നമസ്കാരം. ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചവരാണോ നിങ്ങൾ? എന്ത് ചെയ്തിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല, തൊട്ടതെല്ലാം പരാജയപ്പെടുന്നു, കടബാധ്യതകൾ കഴുത്തോളം എത്തി നിൽക്കുന്നു. ഇങ്ങനെയൊരു അവസ്ഥയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? എങ്കിൽ ആ കണ്ണുനീർ തുടച്ചോളൂ. നിങ്ങളുടെ ദുരിതകാലം അവസാനിച്ചിരിക്കുന്നു. ഗ്രഹങ്ങളുടെ മാറ്റം സംഭവിച്ചു കഴിഞ്ഞു. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം കൃത്യം 5 നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ രാജയോഗം ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു സാധാരണ മാറ്റമല്ല. തലവര മാറ്റുന്ന, ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്ന മഹാഭാഗ്യമാണ് വന്നിരിക്കുന്നത്. ഇന്നലെ വരെ നിങ്ങളെ പുച്ഛിച്ചവർ നാളെ നിങ്ങളെ ബഹുമാനിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം നിറയാൻ പോവുകയാണ്. ആരൊക്കെയാണ് ആ 5 ഭാഗ്യവാന്മാർ? നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടോ? വീഡിയോ അവസാനം വരെ ശ്രദ്ധയോടെ കാണുക. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയൊരു മാറ്റം? ജ്യോതിഷശാസ്ത്രപ്രകാരം ചില ഗ്രഹങ്ങൾ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയമാണിത്. ഇതുവരെ ഈ 5 നക്ഷത്രങ്ങളെ വരിഞ്ഞു മുറുക്കിയിരുന്ന ദോഷങ്ങൾ, അത് കണ്ടകശനിയായാലും ഏഴരശനിയായാലും രാഹുദോഷമായാലും അതെല്ലാം മാറിപ്പോയിരിക്കുന്നു. ഇനി അങ്ങോട്ട് വെച്ചടി കയറ്റമാണ്. ഈ നക്ഷത്ര ജാതകർക്ക് പ്രധാനമായും 3 കാര്യങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. ഒന്ന്, സാമ്പത്തികമായി ഉയർച്ച. ധാരാളം പണം ഇവർക്ക് വന്നു ചേരുന്നു. ആരോഗ്യ സൗഖ്യം വന്നു ചേരുന്നു. വിട്ടുമാറാത്ത രോഗങ്ങളൊക്കെ മാറുന്ന സമയം. അതിലൊക്കെ ഉപരി ഇവർക്ക് മനസ്സമാധാനം വന്നു ചേരുന്നു. ഇനി നമുക്ക് ആ ഭാഗ്യത്തിനു മേൽ ഭാഗ്യമുള്ള നക്ഷത്രജാതകരെ അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഏറ്റവും അധികം ഭാഗ്യവും നേട്ടവും സർവൈശ്വര്യവും വന്നു ചേരുന്ന ഒരു നക്ഷത്രമുണ്ട്. 2026 ഏറ്റവും അധികം ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരുന്ന ഒരു നക്ഷത്രം ഇവർ തന്നെയായിരിക്കും. അത് മറ്റാരുമല്ല, അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് വലിയൊരു സൗഭാഗ്യം, വലിയൊരു നേട്ടം, വലിയൊരു ധനഭാഗ്യം ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ്. മേടക്കൂറിലെ ഈ നക്ഷത്ര ജാതകർക്ക് കഴിഞ്ഞ 2-3 വർഷമായി വലിയ പരീക്ഷണങ്ങളുടെ കാലഘട്ടമായിരുന്നു. വിശ്വസിച്ചവർ ചതിക്കുക, കാര്യകാരണങ്ങളില്ലാതെ മറ്റുള്ളവരുമായി എതിർപ്പുകൾ ഉണ്ടാകുക, പിണക്കങ്ങൾ ഉണ്ടാകുക, അതൊരു വലിയ വഴക്കായി തീരുക, ഇഷ്ടത്തോടു കൂടി നിന്നവരൊക്കെ പിന്നിലേക്ക് വലിയുക, അതല്ലെങ്കിൽ ചതി അവിടെ സംഭവിക്കുക, അങ്ങനെ പല രീതിയിലും ഒരു പരീക്ഷണ കാലഘട്ടം തന്നെയായിരുന്നു ഇവരെ സംബന്ധിച്ച് കഴിഞ്ഞ 2-3 വർഷക്കാലം. വിശ്വസിച്ചവരൊക്കെ ചതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പണം നഷ്ടപ്പെടുക, അങ്ങനെ പലതും സംഭവിച്ചു. എന്നാൽ അശ്വതി നക്ഷത്ര ജാതകർക്ക് രാജയോഗം ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അശ്വതി നക്ഷത്ര ജാതകർക്ക് ധനനേട്ടത്തിൻ്റെ കാലമാണ്. കുടുങ്ങിക്കിടന്ന പണം തിരികെ കിട്ടും. തൊഴിലിൽ വലിയൊരു മാറ്റമുണ്ടാകും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കും. ബിസിനസ്സിൽ വൻ ലാഭം വർദ്ധിക്കും. നിങ്ങളുടെ വാക്കുകൾക്ക് കുടുംബത്തിൽ വിലയുണ്ടാകും. അങ്ങനെ പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും. ശിവക്ഷേത്രത്തിലേക്ക് ദർശനം നടത്തുക, ശിവഭഗവാനെ പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് വലിയൊരു ഭാഗ്യമാണ്, വലിയൊരു നേട്ടമാണ് വരാനിരിക്കുന്നത്. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ധാര നടത്തുക.
നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. നമുക്കറിയാം രണ്ടാമത്തെ നക്ഷത്രം ഏതാണെന്ന്. അത് മറ്റാരുമല്ല, കാർത്തികയാണ്. സൂര്യൻ്റെ നക്ഷത്രമായ കാർത്തികക്കാർക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. ഏറ്റവും വലിയ ഗുണകരമായിട്ടുള്ള സമയമാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുക, ലോണുകൾ പാസ്സായി കിട്ടുക, സർക്കാർ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകുക, അതുപോലെ തന്നെ സ്വർണം വാങ്ങാൻ യോഗം വന്നു ചേരുക. അങ്ങനെ മൊത്തത്തിൽ വീട്ടിലെ ദാരിദ്ര്യം മാറി ലക്ഷ്മി ദേവി കുടിയിരിക്കുന്ന സമയമാണിത്. മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ, അത് വീട് പണിയായാലും മക്കളുടെ വിവാഹമായാലും തടസ്സങ്ങളൊന്നുമില്ലാതെ നടന്നു കിട്ടും. ഉറപ്പായും രക്ഷപ്പെടും. ഭാഗ്യമാണ്, നേട്ടമാണ്, സർവൈശ്വര്യമാണ്. ഗണപതി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക. ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചേരും, രക്ഷപ്പെടുക തന്നെ ചെയ്യും. മൂന്നാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർതമാണ്. പുണർതം നക്ഷത്ര ജാതകർക്ക് ഭാഗ്യാനുഭവമാണ്. നമുക്കറിയാം, പുണർതം നക്ഷത്രം ശ്രീരാമൻ്റെ നക്ഷത്രമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി മാനസികമായി വലിയ വിഷമം അനുഭവിക്കുന്നവരാണ് പുണർതം നക്ഷത്ര ജാതകർ. എന്നാൽ ആ കാർമേഘങ്ങൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു. പുണർതം നക്ഷത്ര ജാതകർക്ക് വിദേശയോഗം ശക്തമായി കാണുന്നു. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ശമ്പള വർധനവോ നല്ല മാറ്റങ്ങളോ ഉണ്ടാകും. നാട്ടിലാണെങ്കിൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനം ലഭിക്കും. ശത്രുക്കൾ മിത്രങ്ങളായി മാറും. ഉന്മേഷത്തോടു കൂടി പ്രവർത്തിക്കാനുള്ളൊരു യോഗം ഇവർക്ക് വന്നു ചേരും. അങ്ങനെ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിൽ ഇവർ എത്തിച്ചേരും. ഇനി നമുക്കറിയാം 4ഉം 5ഉം സ്ഥാനത്തുള്ള നക്ഷത്ര ജാതകർ ആരൊക്കെയാണ് എന്ന്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഈ നക്ഷത്ര ജാതകർക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു. ആ നക്ഷത്ര ജാതകർ ഇവരാണ്: ചോതി, ഉത്രട്ടാതി. ഇവരെ സംബന്ധിച്ച് ശരിക്കും ഒരു കോടീശ്വര യോഗം തന്നെയാണ് ഇവർക്ക് തെളിയുന്നത്. ചോദിക്കും ഉത്രട്ടാതിക്കും ഇനി ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും സമയമാണ്. കോടീശ്വര യോഗം ഇവർക്ക് വന്നു ചേരും. ഇവർ കടങ്ങൾ കൊണ്ട് വലയുന്നവരാണെങ്കിൽ ആ കടങ്ങളൊക്കെ ഇവർക്ക് മാറിക്കിട്ടും. രാജയോഗ തുല്യമായി ജീവിക്കാനുള്ള യോഗമാണ് ഇവർക്ക് വന്നു ചേരുന്നത്. വിദേശത്ത് പോകാൻ സാധിക്കും. വിദേശത്ത് വലിയ ബിസിനസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലോട്ടറി ഭാഗ്യത്തിനുള്ള യോഗം കാണുന്നു. അപ്രതീക്ഷിതമായി സ്വത്തോ പണമോ കൈവശം വന്നു ചേരുന്ന സമയമാണ്. അതുപോലെ തന്നെ വസ്തുതർക്കങ്ങൾ പരിഹരിക്കപ്പെടും. സ്വന്തമായി വാഹനം വാങ്ങാനോ വീട് മോടി പിടിപ്പിക്കാനോ സാധിക്കും. ഇത്രയും നാൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക് ഈശ്വരൻ തരുന്ന സമ്മാനമാണ് വരാൻ പോകുന്ന ആ നല്ല കാലം. തീർച്ചയായും രക്ഷപ്പെട്ടിരിക്കും. അതുപോലെ തന്നെ ഞാനീ പറയുന്ന ചെറിയ കാര്യങ്ങൾ, ചെറിയ പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം. നക്ഷത്രങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും നമ്മുടെ പ്രാർത്ഥന കൂടി ഉണ്ടെങ്കിലേ അത് പൂർണ്ണതയിലെത്തും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരാൾക്ക് ഒരു ജോലി കിട്ടിയാൽ ആ ജോലിയിൽ നിന്നും ഒരു വരുമാനം ഉണ്ടാകും. എന്നാൽ ആ വരുമാനം പല രീതിയിൽ പോയാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടതായ കാര്യമുണ്ട്. അപ്പോൾ ഈശ്വരാധീനം വർദ്ധിപ്പിച്ച് തന്നെ മുന്നോട്ട് പോകണം. അപ്പോൾ അതിന് ചില പരിഹാരങ്ങളൊക്കെ ചെയ്യണം. അങ്ങനെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രാർത്ഥനയിലൂടെ നിങ്ങൾക്ക് ഈ ഒരു വലിയ രാജയോഗം ജീവിതത്തിൽ എന്നും നിലനിർത്താൻ കഴിയും. അതിങ്ങനെയാണ്: ദിവസവും രാവിലെ കുളിച്ച് ശുദ്ധിയായി ക്ഷേത്ര ദർശനം നടത്തുകയോ അല്ലെങ്കിൽ വീട്ടിൽ വിളക്ക് വയ്ക്കുകയോ ചെയ്യുക. എന്നിട്ട് ഓം നമോ നാരായണ എന്ന് 9 തവണ ജപിക്കുക. ഇത് നിങ്ങളുടെ ഭാഗ്യം ഇരട്ടിയാക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു തന്നെ കിട്ടും. ഇനി നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടായിരുന്നു. ഇനിയില്ലെങ്കിലും വിഷമിക്കണ്ട. ജാതകത്തിൽ സമയം നല്ലതാണെങ്കിൽ നിങ്ങൾക്കും ഈ ഭാഗ്യങ്ങൾ ലഭിക്കും. നിങ്ങളുടെ ജാതകം വിശദമായി പരിശോധിക്കാനും ദോഷ പരിഹാരങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യൂ. നമുക്ക് നോക്കാം. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലതുകൾ തന്നെ വരും. ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയും. വലിയ ഒരു നേട്ടത്തിൻ്റെ, ഭാഗ്യത്തിൻ്റെ, ഉയർച്ചയുടെ നാളുകളിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത്. ഇനി നിങ്ങളെ പിടിച്ചാൽ കിട്ടില്ല. രക്ഷപ്പെട്ടിരിക്കും.
ഉറപ്പാണ്.